അപ്പോൾ ഇതേ നമ്മുടെ വണ്ടി കിട്ടും. ഇനി വേറെ റോഡൊക്കെ ചിന്തിക്കണ്ട, നേരെ അങ്ങോട്ട് പോയാൽ മതി. വാവ്, വെൽക്കം ബാക്ക് ഗൈസ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ മോട്ടൻ്റെ വണ്ടി കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ നാസിലിൻ്റെ വണ്ടി കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഒരു വണ്ടി ഇതിൻ്റെ വ്ളോഗ് ഞാൻ ചിലപ്പോൾ മുമ്പൊന്നും ചെയ്ത് കാണില്ല. ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ പാർട്ടായിട്ട് റീലിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലും ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വണ്ടിയുടെ അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ആ ഒരു വണ്ടിയുടെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പേ പണിയെല്ലാം തീർന്നിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ എൻ്റെ ഒരു സൗകര്യത്തിന് ഇങ്ങനെ കാത്തു നിന്നതാണ്. എല്ലാ സംഭവം ഓക്കെ ആയിട്ട് ഫ്രീ ആകുമ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നങ്ങ് പോയേക്കാന്ന് വിചാരിച്ച് ചുമ്മാ ഇറങ്ങിയാണ്. അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ആവാൻ വേണ്ടി കാത്തു നിന്നോട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ ഞാൻ റണ്ണിങ്ങിൽ സംസാരിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും മോണ്ടൻ്റെ വണ്ടി കാണാൻ വേണ്ടിയിട്ട് പോയേക്കാം ഗായ്സ്. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടി കിട്ടും. സംസാരിച്ച് കീയെല്ലാം വാങ്ങിച്ചിട്ട് വരാം. മോണ്ടൻ്റെ മണ്ടയിൽ ഉദിച്ചൊരു വർക്കാണ്. അപ്പോൾ എന്തായാലും ഞാൻ അവനെ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ഈ കീ വാങ്ങിച്ചിട്ട് ഇരുട്ട് മുമ്പ് വീഡിയോ ഒന്ന് എടുത്ത് തീർക്കാം. എന്നാൽ എനിക്ക് പിന്നെ പതുക്കെ അവനുമായിട്ട് സംസാരിച്ച് പതുക്കെ ഇങ്ങനെ പോയാൽ മതിയല്ലോ. അപ്പോൾ ഇതാണ് നമ്മളെ ഷോപ്പ്. അപ്പോൾ ഞാൻ എന്തായാലും മോൻ്റെ അടുത്ത് പോയിട്ട് ഇപ്പോൾ വരാം കേട്ടോ. ഗൈസ്, ഇവിടെ ഒന്നും നല്ലൊരു സ്പോട്ടൊന്നും ഇല്ലേ. അവിടെ എന്തായാലും അടിപൊളി തന്നെ ആയിരിക്കും കേട്ടോ. ഇനി വേറെ റോഡൊക്കെ ചിന്തിക്കണ്ട, നേരെ അങ്ങോട്ട് പോയാൽ മതി. ഇത് ഞാൻ പോയ സ്പോട്ടൊന്നും അല്ല, ബട്ട് ഒരു ട്രൈയിങ്, ആ ഒരു നാച്ചുറൽ അവിടുത്തെ ഒരു ഒലക്ക. ഇതെന്താണോ ഇതിൻ്റെ ചോക്കൊക്കെ എവിടെ പഠിച്ചോനെ? ഞാൻ ഈ വണ്ടി ഇങ്ങോട്ടാണോ? അതല്ലേ ചോക്ക് എവിടെയാണെന്ന് കാണുന്നില്ല. ഇവിടെ ഇതാണ് കേട്ടോ ചോക്ക്. അത് സംഭവം എന്താ വെച്ചാൽ റിസർവും മെയിനും ഞാൻ മാറിയിട്ടതാണ്. ഇതുവരെ വണ്ടി ഓടി, പിന്നെ വണ്ടി നിന്ന് ടാപ്പത്തെ പെട്രോൾ കഴിഞ്ഞപ്പോൾ വണ്ടി അവിടെ ഓടി. നല്ല സ്പോട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മൾ നല്ലൊരു സ്പോട്ട് തപ്പി പോവാണ്. ഇതാ ഞാൻ പറഞ്ഞ ആ ഒരു സ്പോട്ട് ഇതാണ്. കുറച്ച് ഉള്ളിലേക്ക് എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്പോട്ട് കിട്ടും. ആ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്പോട്ട് എവിടെയെങ്കിലൊക്കെ കിട്ടുമായിരിക്കും ഇങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഉള്ളിലേക്ക് കയറി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ടൗണിൽ കിടന്ന് കളിച്ചിട്ട് ഒരു കാര്യമില്ല, വീഡിയോ എടുക്കാൻ കഴിയും തോന്നുന്നില്ല. വണ്ടി സെറ്റാട്ടോ. വണ്ടി ഓന് ഇതിൻ്റെ എന്താ പറയുക ചാമ്പറോ അങ്ങനെ എന്തൊക്കെയോ പേരില്ലേ, ആ സാധനങ്ങൾ എന്തൊക്കെയോ മാറ്റി കളിക്കുന്നൊക്കെ ഉണ്ട്. ഇതിലൊരു ഡിസ്കിൻ്റെയും കൂടി കുറവുണ്ട് കേട്ടോ. അതായത് ബ്രേക്കിംഗ് കൂടി ഒന്ന് സെറ്റ് ആവാണ്ട്. വണ്ടി നല്ല പായുണ്ട്. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു നിഗമനം കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. വാവ്, വണ്ടി ഇങ്ങനെ ഓടിച്ചാലും ഇങ്ങോട്ട് വണ്ടി നിർത്താൻ തോന്നൂല. അതാണ് സംഭവം. ഈ ഒരു വണ്ടീൻ്റെ ആ ഒരു ശബ്ദവും. വാവ്, നമുക്ക് നല്ലൊരു സ്പോട്ട് തന്നെ കിട്ടിയിട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും വീഡിയോ പരിപാടിയെല്ലാം തീർത്തിട്ട് നമുക്ക് പോയേക്കാം. വാവ്, ഒരു കിടിലൻ സ്പോട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി എന്താ പറയുക ഒഴിഞ്ഞു വെച്ച പോലെ. വണ്ടി എങ്ങനെയുണ്ട് നിങ്ങൾ പറ?
എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ബാക്കിയുള്ള പോർഷൻസൊക്കെ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്യൽ എന്തായാലും നടക്കൂല. കാരണം അത് ഒരുപാട് സമയം പിടിക്കും, ഭയങ്കര എന്താ പറയുക ടാസ്ക്കാണ്. അപ്പോൾ അവന് ഈ ഒരു രീതിക്ക് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ വണ്ടി എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ പെയിൻറ്റ് അടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കാരണം അത്രയ്ക്ക് മോശം കണ്ടീഷനൊന്നുമല്ല, വണ്ടി അടിപൊളി കണ്ടീഷൻ തന്നെയാണ്. ബാക്കിയുള്ള പോർഷൻസ് എല്ലാം കളറിങ് കാര്യങ്ങളായാലും എന്തായാലും എന്താ പറയുക, ഈ ടാങ്കും ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക കംപ്ലൈൻ്റ് ആയിട്ടോ അല്ലാതെ കളർ ഫെയ്ഡ് ആയിട്ടോ ഒന്നും ചെയ്ത വർക്കൊന്നും അല്ല. അവൻ്റെ ഒരു താല്പര്യം, അവൻ്റെ ഒരു ആഗ്രഹം, ആ ഒരു രീതിക്ക് അവൻ്റെ ഒരു തീരുമാനത്തിൽ ചെയ്തെടുത്ത സംഭവമാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ പറ, വണ്ടിയുടെ ഈ ഒരു കളറിലോട്ട് ചെയ്ത് വന്നപ്പോൾ വണ്ടിയുടെ നമ്മൾ വിചാരിച്ച ഒരു സംഭവമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് ഏകദേശം. പിന്നെ ഈ ഒരു ഗ്രാഫിക്സ് അത് അവൻ്റെ മാത്രം ചോയ്സാണ്. ഗ്രാഫിക്സ് കൂടെ ഈ ഒരു രീതിക്കായപ്പോൾ വണ്ടി എന്തായാലും സംഭവം നൈസായിട്ടുണ്ട്. റിയലായിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഫീല് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ ഈ ഒരു വണ്ടി ഫ്രണ്ട് ഹൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 2 ഇഞ്ചോ 2.5 ആയിട്ട് ചെറിയ രീതിക്ക് ചെയ്തിട്ടുള്ളൂ, വലിയ രീതിക്കൊന്നും ചെയ്തിട്ടില്ല. ഫ്രണ്ട് ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ വണ്ടിയുടെ കാര്യങ്ങൾ. ഞാൻ കാര്യമായിട്ട് ആ ഒരു ലുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി എടുത്ത് പോകുന്നത്. എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ കുറച്ച് ക്ലോസപ്പ് വീഡിയോസ് കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി എന്ന് പറയുമ്പം RX 135 ആണ്. അതുപോലെ അവന് സെഡിൻ്റെ ആണോ ഇനി വേറെ ഏതെങ്കിലും ആണോ അറിയില്ല, ഒരു മീറ്ററിലും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം ഈ ഒരു മീറ്ററൊന്നും ആയിരുന്നില്ല, ഈ ഒരു ടൈപ്പൊന്നും ആയിരുന്നില്ല. ആദ്യം ഒരു ഒറ്റ രീതിക്കുള്ളൊരു സംഭവമൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ അവന് ഈ ഒരു രീതിക്ക് ചേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി എന്തായാലും സെറ്റായിട്ടൊന്ന് നമ്മൾ ഓടിച്ചപ്പോൾ കണ്ടില്ലേ, വണ്ടിക്ക് ഇതിലാണ്, നൈസാണ്. പിന്നെ അവന് റീസെൻ്റ്ലി എൻജിൻ സൈഡിലും അത്യാവശ്യം എമൗണ്ട് പൊട്ടിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ചെറിയ എന്തൊക്കെ പണിയൊക്കെ വന്നപ്പം ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്മൂത്തൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ കാര്യം. അപ്പോൾ വണ്ടി എങ്ങനെയുണ്ട്, അതുപോലെ വണ്ടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു രീതിക്കുള്ള കളർ ചേഞ്ച് മുമ്പത്തെ ആ ഒരു ഡീറ്റെയിൽസ് വീഡിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും ജസ്റ്റ് കണ്ടു നോക്കി അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ്, ഈ ഒരു RX കാണിക്കാവുന്ന ഈ ഒരു ചെറിയ വ്ളോഗ് ഞാനിവിടെ വെച്ച്, ഈ ഒരു RXൻ്റെ പുതിയ ലുക്ക് കാണിക്കുന്ന ഈ ഒരു ചെറിയ വ്ളോഗ് ഞാനിവിടെ വെച്ച് അതിൻ്റെ പേര് ഇടുവാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.